ചോദിക്കണം. ചോദിക്കാൻ എന്താ അമ്മയും മോനും കൂടെ? മോളെ മാളു, നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നുമല്ല. വളരെ സാധാരണക്കാര് ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത്. ഒരു മിനിറ്റ്, ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ? നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് 2 ഇലയെങ്കിലും വീശി കാണിച്ചേനെ. കാര്യം പറയടാ. മാളു, നീ ഇന്ന് ആരാണ്ടര കൂടെ ബൈക്കിൽ കയറി വന്നു. സംഗതി അവർ നിന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ? അതുകൊണ്ട് നാളെ മുതൽ ഇനി ഇത് ബൈക്കിൽ വരരുത്. അങ്ങനെ വല്ല കാരണവശാലും ലേറ്റ് ആയ ഓട്ടോ പിടിച്ച് വരണം. ആ യെസ്, പാട്രിയാർക്കിസം. അതൊരു പുതിയ പരിപാടിയാണ് അമ്മേ. എന്റെ ചേട്ടാ, ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നേ? 19 ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ? ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത കേശവമാമൻ. അതാരടി കേശവമാമൻ? അതൊരു പൊതുനാമമാണ് അമ്മേ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. നാളെ ഒരു ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ. എന്ത് പറയാ? ആ അതൊക്കെ പറയും. ചിലപ്പോ ദേ ചേച്ചിയെ കുറിച്ചായിരിക്കും പറയാ. അവളെ തൊട്ട് കളിക്കണ്ട, ആദ്യം നീ അവളെ കണ്ടുപിടിക്കട്ടോ. ഓ, എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ. ദേ, നീ ലേറ്റ് ആയി വന്നാൽ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് തറുതലവട്ടം നിന്നുണ്ടല്ലോ, ചൂടുവെള്ളമായിരിക്കും മുഖത്ത് ഞാൻ ഒഴിക്കും. മാളു, ആ പയ്യന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ബിബീഷ്. ബിബീഷ്? എനിക്കും കുറച്ച്. ബിബീഷ് കരുണാകരൻ. ബിബീഷ് കരുണാകര? പറയടി, ബിബീഷ് കരുണാകര? ബിബീഷ് കരുണാകര മേനോൻ. രണ്ടെണ്ണം തന്നെ അധികമാ. ആ പോയില്ലേ? ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം ആട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിനു മുറ്റത്ത് കയറി മുള നടന്നേ? ഡി, ആ രാജീവൻ കിട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോടെ നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആ ഇല്ലകാരി രാവിലെ എണീറ്റ് കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോകും. ദൃഷ്ടിദോഷം. ആനന്ദ, ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്യം കൊല്ലിയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓ എടാ, അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്യ ദൃഷ്ടി അങ്ങ് മാറിക്കോളും. ആ വേഗാട്ടെ പോരെ? കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത് കൊച്ചേട്ടാ. എന്താ രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവളെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. അതെന്നോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല. ഇന്നെന്താ ഇത്ര വൈകി? ഓ ഒന്നും പറയണ്ട ഇച്ചേ. വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കയറി. അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരീക്കല വീട്ടിലോ? ആ അത് തന്നെ, ആ ലീസി. അമ്മ ചായ. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാൽ അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചോറ്. ചക്കവാരം കഴിഞ്ഞിപ്പോ ചീരവാരാണോ? തമാശകളാ, വന്നേ ലേറ്റ് ആയി. ഇച്ചേ, അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലവ് ജിഹാദ്. അവൻ ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയോ അല്ലേ? പിന്നെ എങ്ങനെ ലവ് ജിഹാദ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലവ് ജിഹാദ, അത് ഉറപ്പാ. അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമോക്ക് കല്യാണാലോചനയൊന്നും ആയില്ലേ? ഓ അവള് പഠിക്കല്ലേ? പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം, എന്നെ പോലെ. അല്ലടാ, ഞാൻ എന്തിനാ വരുന്നത്?
ഒരു പ്രായപൂർത്തിയായ പെങ്കൊച്ചുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ചിറ്റമ്മ പോവാ? എന്തുവാ? എന്റെ പൊന്നു ചേട്ടാ, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണന്മാര് വല്ലതും വേണ്ടേ? അതിനാണോ? എടാ, പിന്നെ ആ ജഗദമ്പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. പ്രസിഡന്റ്, അയ്യപ്പൻ വിളക്കിലുള്ള പിണ്ടി എടുക്കാൻ വന്നതാ. തെങ്ങും പൂക്കലയും കുരുത്തോലയും വേണം. ആ, രണ്ടുപേര് പുറകിലോട്ട് ചെല്ല്. വേണ്ട, അതൊന്ന് ചയ്യത്ത് നിർത്തും. എടാ ബിസ്കൂട്ടാ, നിങ്ങൾ പുറകിലേക്കല്ലേ? ശരി മനസ്സേട്ടാ. എടാ നിന്നോട് എത്ര പ്രാവശ്യം ചേട്ടാന്ന് വിളിക്കുന്നു? മകരായിട്ട് എന്താ ചൂടല്ലേ ഗുരുപേട്ട? അതെ അതെ. ആ, സുശീലേ, നാളെയാണ് അയ്യപ്പൻ വിളക്ക്. അത് പറഞ്ഞപ്പോഴാ മനു, അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്, അതുകൂടെ കൊടുക്കൂ. കഞ്ഞിക്കൊള്ള ജഗദമ്പിള്ള വിളിച്ച് പറഞ്ഞായിരുന്നു. കഞ്ഞിക്കോ? പിണ്ടി കെട്ടാൻ പോയാൽ മതിയായിരുന്നു. ദാ, ചാടി നിൽക്കണം. അല്ല, എടാ, ഈ വീടിന്റെ പുറകിൽ ഇഷ്ടം പോലെ റംബൂട്ടാനും മാങ്ങയുണ്ടല്ലോ. താഴത്തെ കല്ലുണ്ട്, നീ മിണ്ടായിരുന്ന പണിയെടുക്കടാ. റംബൂട്ടാനും മാങ്ങേ. നീ വായിൽ നോക്കി കെട്ടി അടുക്ക്. 5-6 മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും. നല്ലത് വല്ലതും വന്നാ നോക്കണം. ആ, നമ്മുടെ ഒരു ചെറുക്കനുണ്ട് ലണ്ടനിലാ, എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞേ. നാളും നക്ഷത്രവും പറഞ്ഞായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം. അല്ല, നിങ്ങൾ ഇനി നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത്? സർക്കാർ ഉദ്യോഗം വേണ്ട. നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ, എന്തോ കിട്ടാനാ. നമുക്ക് ആ ലണ്ടൻകാരനെ തന്നെ നോക്കാം. ആ, നല്ല കൂട്ടരാ. എനിക്ക് ചെറുപ്പം മുതൽ അറിയുന്ന പയ്യനാ. പയ്യന്റെ മുത്തച്ഛനെ അതുകാരിയായിരുന്നോ? അല്ല, പയ്യൻ എവിടുത്തെയാന്നാ പറഞ്ഞത്? പറഞ്ഞാ ചിലപ്പോ പ്രസിഡന്റ് അറിയുമായിരിക്കും. പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ, അരവിന്ദാക്ഷൻ നായർ. സുശീലേ, മോഹൻലാലിന്റെ തറവാടുമായി ബന്ധമുള്ളവരാ. ഒന്നടങ്ങ് മനു. എങ്ങനെ അടങ്ങാൻ? ഒന്നുമില്ലെങ്കിലും ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ, അപ്പൊ കല്യാണത്തിന് ലാലേട്ടൻ വരും. നീ കിട്ടിയിട്ട് ഇപ്പൊ ആര് വരാനാ? അതൊക്കെ ചുമ തള്ളുന്ന പുള്ളി തിരുവനന്തപുരത്തുകാരനാ. ആര് പറഞ്ഞു? പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ? പിന്നെ ഇലന്തൂര്. നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ. പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി. പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. നീയൊക്കെ പിടിച്ചോണ്ടിരുന്നോ? എന്നാ കയറുപിടി, കയറുപിടി, പിടിക്കേ. പൊക്ക് പൊക്ക്. എടാ ബിസ്കൂട്ടാ വന്ന് പിടിച്ചേ. എടാ മരം പിടിച്ചേ. കൊച്ചേട്ടാ കഴിഞ്ഞേ. നീ പറഞ്ഞ ഡോർ അടക്കണേ. ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറിക്കായിട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ആ, നമ്മളെന്താ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോൾ ഇപ്പൊ തുടങ്ങുന്നത്? ഡോർ അടച്ചേക്കണേ. മീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദാണോ എന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ചേച്ചി അങ്ങോട്ടിരുന്നോ? ആ, ഞാൻ ഇരിക്കുവാണേ. ആ ഡോർ അടച്ചേക്കണം. നീരമോളെ ടിക്കറ്റ്. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, ആ, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചേച്ചി, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ആ, ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്മാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹായ്. അവള് ശലഭ. ആ, ആ, ആ. അയ്യോ, അയ്യോ, ഒറ്റക്കടത്തിയിരിക്കല്ലേ? ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മട്ടം തീർന്നോ അമ്മേ?
ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല കറക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവന് തന്നെ. ആരമ്മേ? ആരാ? ആ അമ്മയ്ക്ക് മനസ്സിലായില്ലല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ, MSc. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുവിടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വരട്ടെ അമ്മേ. ആ അവർ പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുവിടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ടും പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ നിന്നെ ആരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളിക്കനുണ്ടായിരുന്നില്ലേ? അതെ അതെ. ആ അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ. ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ, നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ, കൊച്ചിലെ കണ്ടതല്ലേ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്കാം. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? മനുന്റെ ലൈനല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് വെച്ചോ, വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. ചേട്ടാ സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല, അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല്. ഓ, അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലെങ്കിലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. ആണോ? അങ്ങനെയാണ് പെൺകുട്ടികളായാൽ. വല്യമ്പ്രാട്ടി ചേച്ചിനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച് അടുത്ത കേസ് കെട്ടും കൊണ്ട് വന്നേക്കരുത്. ആ ശ്രമിക്കാം. ആ ഇവിടെ മതി. ചെലവാക്കരുത്, ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ. ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബില്ലടയ്ക്കാൻ 2 ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്. ഇത് വെച്ച് അത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ? ഇവിടെ അടുത്ത KCB പ്ലീസ്. ശരി ടാറ്റ. ശരി ഏട്ടാ, ടാറ്റ. ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റ്? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അടച്ചുതരാം. അതെ, നിന്റെ ശലഭ ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ഓരം കൂടെ കിട്ടാറുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല പറ്റില്ല, ലെഫ്റ്റ്. ലെഫ്റ്റാ? ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറക്കി. താഴെ താഴെ. അതിന് മുകളിലേക്ക് കയറ്റി. ഓക്കെ കേട്ടോ. ആചാരം താഴെ പോയില്ലേ? ഹലോ, ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേരപ്പോൾ ലേറ്റ് ആയിപ്പ്. ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ട. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നാ ഇപ്പോ ധൈര്യമുണ്ടോ? ഇപ്പൊ രാത്രിയൊക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ഗുരുവായൂർ വെക്കാം. ആണോ? എന്താ ഞാൻ വരും, വന്നിരിക്കും. കാണാം. പോയിരിക്കും. വണ്ടി എടുക്കട്ടെ? ആചാര സംരക്ഷണം. വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ട മതിൽ ചാടിക്കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പൊ
അപ്പുറത്ത് ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ. ആരും കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. ആ മതി. ഓക്കെ. പിടിച്ചേ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണോ? ആ, ഒരു 10 തരാം. പിണങ്ങോ? ഇല്ല വേണമെങ്കില്ല. ഇതാരത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ എന്ത്? വാ. പറ. എന്താ കാണിക്കുക? എന്താടാ? എടാ പുറത്തു കൂടി ആൾക്കാർ പോണു. എന്നെ ആരെങ്കിലും കാണും. നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ ഇപ്പൊ പോവാന്നോ? എടാ കുറച്ചു നേരം കുറച്ചു നേരം പ്ലീസ്. കുറച്ചു നേരം ഉള്ളേ. 5 മിനിറ്റ്.